വിപണിയിൽ കത്തിക്കയറി വീണ്ടും ചിരട്ടവില. ഒരു കാലത്ത് അടുപ്പിലേക്കോ മാലിന്യക്കൂമ്പാരത്തിലേക്കോ വലിച്ചെറിയപ്പെട്ടിരുന്ന തേങ്ങാ ചിരട്ട ഇന്ന് വിലപിടിപ്പുള്ള വസ്തുവായി മാറി. പച്ചത്തേങ്ങയുടെ വില ഇടിയുമ്പോഴും ചിരട്ടയുടെ വില കുതിച്ചു കയറുകയാണ്. നിലവിൽ നാളികേര വില 50 രൂപയ്ക്ക് മുകളിലെത്തിയിട്ടുണ്ട്. അപ്പോഴും ചിരട്ട വില പടിപടിയായി ഉയരുകയാണ്. ചിരട്ട വില ഉയർന്നതോടെ വീട്ടുവളപ്പിൽ ഉപേക്ഷിക്കപ്പെട്ടിരുന്ന ചിരട്ടകൾ ഇപ്പോൾ കച്ചവട വസ്തുവായി മാറി. ഗ്രാമപ്രദേശങ്ങളിൽ വാഹനങ്ങളുമായി എത്തി വീടുകളിൽ നിന്ന് നേരിട്ട് ചിരട്ട ശേഖരിക്കുന്ന കച്ചവടക്കാരുടെ എണ്ണം കൂടി വരികയാണ്. തമിഴ്നാടും കർണാടകയുമാണ് കേരളത്തിൽ നിന്നുള്ള ചിരട്ടയുടെ പ്രധാന വിപണി. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, അലങ്കാര ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ, കരി നിർമ്മാണം എന്നിവയ്ക്കായി ചിരട്ട വ്യാപകമായി ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ച് ചിരട്ടക്കരിക്ക് ഇപ്പോൾ വലിയ ഡിമാൻഡാണ്. വെള്ളം ശുദ്ധീകരിക്കുന്ന ഫിൽട്ടറുകളിലും വ്യാവസായിക ആവശ്യങ്ങൾക്കുമായി ആക്ടിവേറ്റഡ് കാർബൺ നിർമ്മിക്കാൻ ചിരട്ടക്കരി ഉപയോഗിക്കുന്നത് വ്യാപകമായതോടുകൂടിയാണ് ചിരട്ടയ്ക്ക് ഡിമാൻഡ് കുത്തനെ ഉയർന്നത്. ഇപ്പോൾ നാളികേര കർഷകർക്ക് ആശ്വാസമാണ്. ചിരട്ടയ്ക്കും വലിയ ഡിമാൻഡാണ്. കൂടാതെ നാളികേരത്തിൻ്റെ വിലയും 50-ന് മുകളിലെത്തി. നാളികേരത്തിന് ലഭിക്കുന്ന വിലയേക്കാൾ ഉൽപ്പന്നങ്ങൾക്കാണ് കൂടുതൽ വിപണി. അതായത് തേങ്ങയുടെ ഓരോ ഭാഗവും ഇന്ന് വിപണിയുണ്ട്. ചിരട്ട, ചിരട്ടക്കരി, നാര്, എണ്ണ, കൊപ്ര തുടങ്ങിയ എല്ലാം വേർതിരിച്ച് വിൽക്കുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത്. വില കുറഞ്ഞ അവശിഷ്ടമായി കണ്ടിരുന്ന ചിരട്ട ഇപ്പോൾ പുത്തൻ സാധ്യതയായി മാറുകയാണ്. ഇന്ന് 1 കിലോ ചിരട്ടയ്ക്ക് 27 രൂപ മുതൽ 35 രൂപ വരെ ലഭിക്കുന്നുണ്ട്. ചിരട്ട ഒരെണ്ണത്തിന് 3 രൂപ വരെ ലഭിക്കുന്നുണ്ട്. അതിനാൽ പരമാവധി ചിരട്ട എണ്ണിക്കൊടുക്കുന്നതാണ് ലാഭം. ആക്രിക്കാർ കൂട്ടയുമായാണ് എത്തുന്നത്. ഒരു കൂട്ടയ്ക്ക് ഇത്ര പൈസ എന്ന് പറഞ്ഞാണ് ആക്രിക്കാർ വാങ്ങുന്നത്. അത് നമുക്ക് നഷ്ടമുണ്ടാക്കുകയാണ്. എണ്ണം തെറ്റിപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വരുമാനം ലഭിക്കും. ഇതോടെ വീഡിയോ പൂർണ്ണമാകുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.